ഹായ് മകളെ, ഇനി +1 മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ കിട്ടുന്നതാണ്. കൂടാതെ ഫുൾ മാർക്കിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ? സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ +1 മാത്സിലെയും കൊമേഴ്സിലെയും കുട്ടികൾക്കൊക്കെ ഈ ഒരു ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. മാത്തമാറ്റിക്സ് നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ. സോ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 14 ചാപ്റ്റേഴ്സാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പ്രത്യേകമായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ട. കാരണം നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിക്കാൻ തന്നെ വേണം. അപ്പം നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇന്ന് രാത്രി 7:15 മുതൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. 1ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്ററുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യും. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലായി 1 മുതൽ 7 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡായി. ഏകദേശം 80 മാർക്കിൻ്റെ ചോദ്യം പേപ്പറിൽ 39 മാർക്കിൻ്റെ ചോദ്യങ്ങളും നമ്മൾ 1 മുതൽ 7ാമത്തെ ചാപ്റ്റർ വരെ ആ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് അല്ലെങ്കിൽ 60-ൽ 40 മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. ശേഷം അന്ന് രാത്രി 22-ാം തീയതി നമ്മൾ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കിടന്നുറങ്ങുക. എന്നിട്ട് എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒരു സമയം കണ്ടെത്തി 2-3 മണിക്കൂർ എക്സ്ട്രാ ആയിട്ട് കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ 4 മണിക്കൂർ എക്സ്ട്രാ ആയിട്ട് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഇന്ന് പഠിച്ച ഈ 7 ചാപ്റ്ററേയും ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. വീണ്ടും നമ്മൾ 23-ാം തീയതിയിലേക്ക് കിടക്കുകയാണ്. 23-ാം തീയതി നമ്മൾ കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം കുറച്ചധികം ലെങ്തി ആയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ലിമിറ്റ്സ് പോലത്തെ, അതേപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ പോലത്തെ, കോണിസേഷൻ പോലത്തെ. അപ്പോൾ അത്തരം ചാപ്റ്റേഴ്സിൽ കുറച്ചുകൂടി നമുക്ക് അധികം ഫോക്കസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 5 മണി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ 8, 9, 10, 11, 12, 13, 14, അതായത് 7 ചാപ്റ്റേഴ്സ്. 41 മാർക്കിനുള്ള 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ 23-ാം തീയതി രാത്രിയോടുകൂടി നിങ്ങൾ അതും ക്ലിയർ ചെയ്യും. അപ്പോൾ ഓരോന്നും വളരെ സ്ലോ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ ലെവലിലുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന യാതൊരു സംശയവും വേണ്ട. പിറ്റേ ദിവസം 24-ാം തീയതി പകൽ സമയം നമ്മൾ ഇപ്പോൾ എന്താണോ റിപ്പീറ്റ് ചെയ്യുക അതെന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഈ 8ാമത്തെ മുതൽ 14ാമത്തെ ചാപ്റ്ററുകളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, രാത്രി നിങ്ങൾ മെഗാ മാരത്തോണിലേക്ക് വരിക, അതായത് സൂപ്പർ 60ലേക്ക് വരിക. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങൾ, ചിലപ്പോൾ 60-ൽ കൂടാം, എന്തായാലും നിങ്ങൾ വരിക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ബിൽഡാവും. ആ കോൺഫിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ടെൻഷൻ ഉണ്ടാവുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പലതും മറന്നു പോയെന്ന് ഒരു തോന്നലുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് കോൺസെപ്റ്റോട് കൂടി പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയാലും നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് അത് ആലോചിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ മോർണിംഗിൽ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ, ഒരു മോർണിംഗ് ബൂസ്റ്ററുമായിട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും A+ എത്താൻ സാധിക്കും. പക്ഷേ അതിനൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. ഈ ദിവസങ്ങളിൽ അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഉറങ്ങുന്ന സമയം മാത്രമാണ് നിങ്ങൾക്ക് മാറ്റി വെക്കാനുള്ളത്. ബാക്കി എല്ലാ സമയവും നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ് പോലെയല്ല +1 +2 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ച കുട്ടികളാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കണമെന്ന് പറയാൻ കാരണം സിലബസ് കുറച്ചും കൂടി വൈഡാണ്. അപ്പം വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും A+ കിട്ടട്ടെ. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. നിങ്ങളുടെ ഒരാളായിട്ട്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. സോ വേറൊന്നും പറയാനില്ല. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.